എല്ലാവർക്കും സ്വാഗതം. വോളിയോമെട്രിക് അനാലിസിസ് എന്ന പ്രാക്ടിക്കൽ സെഷന്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തിയറി പാർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഉപയോഗിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ, പിന്നെ ഉപയോഗിക്കുന്ന ഫോർമുലകൾ ഏതൊക്കെ, പിന്നെ ഇൻഡിക്കേറ്റർ സെലക്ഷൻ, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് വന്നാൽ എന്തൊക്കെ ഉപയോഗിക്കണം, അപ്പൊ ഇങ്ങനെയുള്ള കളർ ചേഞ്ച് എന്തൊക്കെയാണ്, എൻഡ് പോയിന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പരീക്ഷാ ഹാളിൽ കയറിയാൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ റിയൽ സൊല്യൂഷൻ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും, പക്ഷെ എന്നാലും ഏകദേശം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ അതിൽ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എസ്റ്റിമേറ്റ് ദി മാസ് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് ചോദിക്കാം. മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ സപ്ലൈഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് 3.67 gram per liter. അപ്പോൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അടിച്ചു തരും. ആ ക്വസ്റ്റ്യന്റെ ഒരു മാതൃക മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതേ സൊല്യൂഷൻ ചോദിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സാമ്പിൾ മാത്രം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സോഡിയം കാർബണേറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ സപ്ലൈഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് 3.67 gram per liter. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല മനസ്സിലാക്കണം. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യനിൽ തന്നെ എഴുതി വെക്കാം. സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല Na2CO3. ഓക്കെ, ഇനി കൂടെ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നെ എഴുതാം, HCl. ഓക്കെ, ശരി. അപ്പൊ ഇനി ആദ്യം എഴുതി കൊടുക്കേണ്ടത്, ഇപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിലെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവില് ആദ്യം നിങ്ങൾ ലാബിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന് വേണ്ടി ഒരു പ്രൊസീജിയറും പ്രിൻസിപ്പിളും എഴുതുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു ഹെഡിങ്ങിലാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ അത് എഴുതി കൊടുക്കുകയാണ് ഒന്നാമത്തെ ജോലി. അപ്പോൾ പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഫോർമുലകളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതിൽ ആദ്യത്തെ ജോലി അവിടെ തരുന്ന പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ പേപ്പറിൽ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഒരു ഹെഡിങ്ങിൽ എഴുതി കൊടുക്കുക. സോ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എന്നുള്ളതാണ് ഒന്നാമത്തെ ഹെഡിങ്. പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ ഇതിലെ പ്രിൻസിപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം അസിഡിമെട്രി, ആൽക്കലിമെട്രി, ടൈട്രേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പ്രിൻസിപ്പിൾ ന്യൂട്രലൈസേഷൻ ആണ്. പക്ഷെ ആ വാക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇക്വേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവില് പ്രിൻസിപ്പിൾ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്രലൈസേഷൻ ശരിയാണ്, അതിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇക്വേഷൻ എഴുതി കാണിച്ചു കൊടുക്കുക. സോ നമുക്ക് ഇക്വേഷൻ എഴുതി കാണിക്കാം. അപ്പൊ അതിനുവേണ്ടി പങ്കെടുക്കുന്നതാരൊക്കെ? സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Na2CO3 പ്ലസ് പിന്നെ കൂടെ റിയാക്ട് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഗീവ്സ്. ഇനി സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഒരു സാൾട്ടും പിന്നെ വാട്ടറും ഫോം ചെയ്യാം. സാൾട്ട് എണ്ണയും സിയലും ചേർന്ന NaCl പ്ലസ്. അപ്പൊ നമുക്കറിയാം ന്യൂട്രലൈസേഷനിലൂടെ ഒരു ആസിഡും ബേസും കൂടെ ചേർന്നിട്ട് സാൾട്ടും വാട്ടറും ഫോം ചെയ്യണം. സോ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, വാട്ടർ. ഇനി കാർബണേറ്റ് വരുന്ന കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കാർബണേറ്റ് വരിക, സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ ഒക്കെ വരുന്ന സമയത്ത് കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ എഴുതണം. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതിയാൽ നല്ലത് തന്നെ. ഇനി ബാലൻസ് ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഒരു വോളിയോമെട്രിക് അനാലിസിസിൽ നമ്മൾ ലാബിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുകയാണ്. പ്രിൻസിപ്പിൾ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ന്യൂട്രലൈസേഷൻ എഴുതുക എന്നല്ല, പകരം ആ ഇക്വേഷൻ ഉണ്ടാക്കി എഴുതുക. ഇക്വേഷൻ ഉണ്ടാക്കി എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഒരു ആസിഡും ബേസും കൂടി ചേർന്നാൽ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാർബണേറ്റ് ഒരു റിയാക്ടന്റ് വന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ
സോൾട്ടിന്റെ വാട്ടറിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ അവിടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രിൻസിപ്പളിന്റെ ഒരു മാർക്ക്. ഇനി പ്രൊസീജിയർ അതിന്റെ തുടർച്ചയായിട്ട് എഴുതുക. അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ഏതാണെന്ന് ഇ എന്നിട്ടിട്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷന്റെ പേര് അതിന്റെ താഴെ എഴുതണം. എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് Na2CO3. ഓക്കെ, ഇനി തൊട്ടിപ്പുറത്തായിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എസ് എന്നിട്ടിട്ട്, അപ്പോൾ എസും ഇയും സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വായിക്കാം. സോഡിയം കാർബണേറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദി given solution supplied with a standard solution of. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് HCl ആണ്. ഓക്കെ, അപ്പൊ അതായത് HCl ഉം Na2CO3 തമ്മിലുള്ള ടൈട്രേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇവര് തമ്മിലുള്ള ഒരു ടൈട്രേഷൻ ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റും SE എന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇനി നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ഇവിടെ തന്നെ എഴുതിയിരിക്കാം. ഇൻഡിക്കേറ്റർ നമുക്കൊന്ന് ആലോചിച്ച് വേണം ഇൻഡിക്കേറ്റർ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ഒരു HCl വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. പിന്നെ കൂടെ പങ്കെടുക്കുന്ന ബേസ് Na2CO3 വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വീക്ക് ബേസ് ആണ്. അപ്പൊ ഇവിടുത്തെ ടൈട്രേഷന്റെ പ്രത്യേകത ഒരു സ്ട്രോങ് ആസിഡും പിന്നെ വീക്ക് ബേസും ആണ് ടൈട്രേഷനിൽ പങ്കെടുക്കുന്നത്. സോ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് വന്നാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, വീക്ക് ബേസുകൾ വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കേണ്ട ഇൻഡിക്കേറ്റർ മീത്തൈൽ ഓറഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫിനോപ്താൻ എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇൻഡിക്കേറ്റർ നമുക്ക് മനസ്സിലായി, ഇൻഡിക്കേറ്റർ മീത്തൈൽ ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യം അറിയാം. നമ്മുടെ ഉദ്ദേശം പ്രിൻസിപ്പൽ ആൻഡ് പ്രൊസീജിയർ എഴുതി പഠിക്കുക. പ്രിൻസിപ്പൽ എഴുതി കഴിഞ്ഞു. ഇനി പ്രൊസീജിയർ എഴുതാൻ വേണ്ടി എസും ഇ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ആസിഡ് എങ്ങനെ ബേസ് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇൻഡിക്കേറ്റർ നമ്മൾ സെലക്ട് ചെയ്തു. മീത്തൈൽ ഓറഞ്ച് മാത്രമേ ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് മേക്കപ്പ് ചെയ്യുന്ന കാര്യം പറയാം. അപ്പൊ ഇതിൽ ആരെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ഏതാണോ അതിനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത സൊല്യൂഷൻ എപ്പോഴും ചെറിയ കുപ്പിയിൽ തരും. ആ കുപ്പിയിൽ ഇരിക്കുന്ന സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മാറ്റുന്നതിനെയാണ് മേക്കപ്പ് ചെയ്യുക എന്ന് പറയേണ്ടത്. അപ്പോൾ പ്രൊസീജിയർ എഴുതുമ്പോഴത്തേക്ക് ആദ്യത്തെ പോയിന്റ് മേക്കപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഇതിൽ ആരെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാം. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ സോഡിയം കാർബണേറ്റ് ആണ്. സോ സെന്റൻസ് ആയിട്ട് എഴുതാം, മേക്കപ്പ് ദി given Na2CO3 solution into 100 ml standard flask. ഓക്കെ, അപ്പൊ പ്രൊസീജിയറിന്റെ ഒരു പോയിന്റ് മനസ്സിലായി. ആദ്യം എഴുതേണ്ട പോയിന്റ് മേക്കപ്പ് ചെയ്യുന്ന കാര്യം, ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോളിയം സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. ഇത് ആണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ഇതിലാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. ശരി, 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഇതിനെ ഇതിനകത്താക്കി വെച്ചു, മേക്കപ്പ് ചെയ്ത് വെച്ചു. ശരി, ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ പിപ്പറ്റിൽ എടുക്കേണ്ട സൊല്യൂഷൻ ഏതാണെന്ന് പറയണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, പിപ്പറ്റിൽ എടുക്കേണ്ടത് അവിടെ പാത്രത്തിനല്ല പ്രാധാന്യം, പകരം ബേസുകളെ പിപ്പറ്റ് ചെയ്യുക, ആസിഡുകളെ ബ്യൂററ്റിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ പിപ്പറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ഇതിലേതാണ്? അപ്പൊ ഇത് രണ്ടിലും ബേസ് ആരാണ്? ശരിയാണ്, സോഡിയം കാർബണേറ്റ് തന്നെയാണ് ബേസ്. അപ്പൊ ആ പോയിന്റ് പറയണം. പിപ്പറ്റ് ഔട്ട് പിപ്പറ്റിന്റെ വോളിയം അറിയാം, 20 ml ഓഫ് ബേസ് ആയതുകൊണ്ട് Na2CO3 സൊല്യൂഷൻ ഇൻടു എ. പിപ്പറ്റ് ചെയ്ത് ഒഴിക്കേണ്ടത് ഈ ഫ്ലാസ്കിലാണ്. ഈ ഫ്ലാസ്കിനെ നമ്മൾ വിളിക്കുന്ന പേര് കോണിക്കൽ ഫ്ലാസ്ക് എന്നാണ്. ഓക്കെ, ശരി, ഇൻടു എ കോണിക്കൽ ഫ്ലാസ്ക്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പോയിന്റ് ഇൻഡിക്കേറ്റർ എഴുതുക. ഇൻഡിക്കേറ്റർ ആരാണെന്ന് എഴുതണം. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് എഴുതണം. ഇൻഡിക്കേറ്റർ ആരാണെന്ന് നമ്മൾ പഠിച്ചല്ലോ, മീത്തൈൽ ഓറഞ്ച് ആണ്. അപ്പൊ ആ കാര്യം എഴുതണം. ആഡ് 2 drops of methyl orange. ഓക്കെ, അപ്പൊ 3 സെന്റൻസ് ആയി. മേക്കപ്പ് ചെയ്യുന്ന കാര്യം പറയുക,
പിന്നെ പിപ്പറ്റ് ചെയ്യുന്ന സൊല്യൂഷന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഉപയോഗിച്ച ഇൻഡിക്കേറ്ററിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇൻഡിക്കേറ്റർ നമ്മൾ ഈ ബേസിനകത്താണ് ഒഴിച്ചത്. അപ്പൊ ബേസിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് പിന്നെ ബേസിൽ മീഥൈൽ ഓറഞ്ചിന്റെ കളർ ഗോൾഡൻ യെല്ലോ ആണെന്ന് അറിയാം. അത് എൻഡ് പോയിന്റ് ആകുന്ന സമയത്ത് അത് ഓറഞ്ച് റെഡായി മാറുന്നുണ്ട്. സോ അടുത്ത പോയിന്റ് titrate this golden yellow solution against ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷൻ HCl from the burette. ഓക്കെ, ഇനി എങ്ങനെയാണ് ന്യൂട്രലൈസേഷൻ പോയിന്റ് തിരിച്ചറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻഡ് പോയിന്റ് തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുന്ന സമയത്ത് ഈ എൻഡ് പോയിന്റ് കാണുന്നത് ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. ഓക്കെ, എൻഡ് പോയിന്റ് ഈസ് ദ കളർ ചേഞ്ച് ഫ്രം ഗോൾഡൻ യെല്ലോ to orange red. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ എഴുതേണ്ട രീതിയാണ് പറയുന്നത്. ആദ്യം മേക്കപ്പ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണെന്ന് പറയുക, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യുന്ന കാര്യം പറയുക, അതിനുശേഷം ബേസിനെ പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്ന കാര്യം പറയുക, അതിനുശേഷം ഇൻഡിക്കേറ്റർ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഇൻഡിക്കേറ്ററിന്റെ പേര് പറയണം. എന്നിട്ട് ആ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ കളറുമായിട്ട് ബന്ധപ്പെടുത്തി ആ സൊല്യൂഷനെ ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷനെ അഗൈൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എൻഡ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കളർ ചേഞ്ച് ഫ്രം ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മുടെ പ്രത്യേകത, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യണം. ഹൈഡ്രേഷൻ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരേപോലത്തെ വാല്യൂ കിട്ടുന്നത് വരെ, അതായത് ബ്യൂററ്റിന്റെ വോളിയത്തിൽ ഒരേപോലത്തെ വാല്യൂ കിട്ടുന്നത് വരെ ആവർത്തിക്കണം. ഇങ്ങനെ ഒരേപോലത്തെ വാല്യൂ കിട്ടുന്നത് വരെ ആവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേര് കൺകോർഡന്റ് വാല്യൂസ് എന്ന് പറയാറുണ്ട്. സോ ഒരു സെന്റൻസ് കൂടി ചേർക്കണം, റിപ്പീറ്റ് for concordant DANT values. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ എഴുതി കഴിഞ്ഞു. അതിനകത്ത് വരേണ്ട പോയിന്റുകൾ കണ്ടു. മേക്കപ്പ് ചെയ്യുന്ന സൊല്യൂഷന്റെ പേര്, പിപ്പറ്റ് ചെയ്യുന്ന സൊല്യൂഷന്റെ പേര് വേണം, ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷന്റെ പേര് വേണം, ഇൻഡിക്കേറ്റർ ഏതാണെന്ന് അറിയണം, കളർ ചേഞ്ച് എന്താണെന്ന് അറിയണം. ഓക്കെ, പ്രൊസീജിയർ ഞാനൊന്ന് വായിക്കാം. മേക്കപ്പ് ദി ഗിവൺ Na2CO3 into 100 ml standard flask. Add 2 drops of methyl orange. The golden yellow solution is titrated against HCl from the burette. End point is the color change from golden yellow to orange red. Repeat for concordant values എന്ന് എഴുതിയാൽ പ്രൊസീജിയർ ആയി ഇത് എഴുതി കൊടുക്കുകയാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. ഓക്കെ, അപ്പോൾ വോളിയോമെട്രിക് അനാലിസിസിൽ ലാബിൽ കയറുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിനു ശേഷം അതിന്റെ പ്രിൻസിപ്പളും പ്രൊസീജിയർ എഴുതി കൊടുക്കുകയാണ് ഒന്നാമത്തെ ജോലി. പ്രൊസീജിയർ എഴുതുന്ന രീതി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും ആലോചിച്ച് സാവധാനം മാത്രമേ പ്രൊസീജിയർ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ പ്രൊസീജിയർ എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ ആ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ടാബുലർ കോളമൊക്കെ ഒന്ന് വരച്ചതിന് ശേഷം ചെയ്തു തുടങ്ങാം. അതെങ്ങനെ നിങ്ങൾക്ക് പറയാം. അതായത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ calculations എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷന്റെ പേര് Na2CO3, സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ പേര് HCl. ഇവർ തമ്മിലുള്ള ടൈട്രേഷൻ. ഇൻഡിക്കേറ്റർ ആയിട്ട് മീഥൈൽ ഓറഞ്ച്.
ഇനി വാല്യൂ തന്നിരിക്കുന്നത് 3.67 എന്നുള്ളത് HCl ന്റെ മാസ് ആണ്. 3.67 gram per liter. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ശരി, ഇനി അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ടാബുലർ കോളം, ടാബുലർ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു ടേബിളിന്റെ ഫോമിൽ ഒരു കോളം വരയ്ക്കുന്നതിനെയാണ് ടാബുലർ കോളം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യണം, അപ്പൊ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കൺകോർഡന്റ് വാല്യൂസ് കിട്ടുന്നത് വരെ, ഒരുപോലത്തെ വാല്യൂ കിട്ടുന്നത് വരെ ആവർത്തിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു ടേബുലർ ഫോം നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ടാബുലർ കോളം വരച്ചിട്ട് തുടങ്ങാം. അപ്പൊ ആ ടാബുലർ കോളത്തിനകത്ത് എന്തൊക്കെ വേണം നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന സീരിയൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ, ആ ടാബുലർ കോളത്തിൽ വരേണ്ടത് ബേസിന്റെ വോളിയം. സോ വോളിയം ഓഫ് Na2CO3 പിപ്പറ്റഡ്. ഓക്കെ, ബേസിന്റെ വോളിയം, നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന വോളിയം, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 20 ml ആണ്. അപ്പൊ അത് എഴുതി വയ്ക്കാം, അതിന് മാറ്റം വരാൻ പറ്റില്ല, കാരണം പിപ്പറ്റിന്റെ എപ്പോഴും വോളിയം 20 ml ആണ്. ഓക്കെ, ഇനി ബ്യൂററ്റിന്റെ പ്രത്യേകത, നമുക്ക് അടുത്ത് വേണ്ടത് ബ്യൂററ്റ് റീഡിംഗ് ആണ്, ടൈട്രേഷൻ ചെയ്തതിന് ശേഷം റീഡിംഗ് ആണ്. അപ്പൊ അതിൽ കുറച്ചുകൂടെ നമുക്ക് സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ റിയാക്ഷൻ അല്ലെങ്കിൽ ടൈട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ്, ആസിഡ് ആണ് ഇതിനകത്ത് എടുക്കുന്നതെന്ന് അറിയാം, ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് 0. ടൈട്രേഷൻ ചെയ്തതിന് ശേഷം, ഇപ്പൊ കുറെ വോളിയം ഉപയോഗിച്ചതിന് ശേഷം ചിലപ്പോൾ വാല്യൂസ് ഒക്കെ ഇവിടെ വന്നിരിക്കും. ഇപ്പൊ ടൈട്രേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന വോളിയം എന്ന് വെച്ചാൽ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ്, എങ്കിൽ ആ ഡിഫറൻസ് എന്നുള്ളത് വോളിയം ഓഫ് ആസിഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ലോജിക്കിലൂടെ നമ്മൾ എപ്പോഴും ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ്, തുടക്കത്തിലുള്ള ബ്യൂററ്റ് റീഡിംഗ് നോക്കുന്നു, ഇനി ടൈട്രേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് നോക്കുന്നു. ആ വ്യത്യാസം എന്നുള്ളത് പിന്നെ ആസിഡിന്റെ വോളിയമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് എപ്പോഴും 0 ആക്കി ചെയ്യുക. അപ്പോൾ ബ്യൂററ്റ് റീഡിംഗ് കാണിക്കാൻ വേണ്ടി ബ്യൂററ്റ് റീഡിംഗ്, ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് അത് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് അത് പക്ഷേ ടൈട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. ഇനി ആ വ്യത്യാസം എന്ന് വെച്ചാൽ അത് വോളിയം ഓഫ് ആസിഡ്, ഇവിടുത്തെ ആസിഡ് HCl, ബ്യൂററ്റഡ്. ഓക്കെ, പിപ്പറ്റഡ്, ബ്യൂററ്റഡ്. പിപ്പറ്റ് ചെയ്ത സൊല്യൂഷന്റെ വോളിയം നേരത്തെ അറിയാം. ബ്യൂററ്റ് ചെയ്ത വോളിയത്തിൽ സൊല്യൂഷന്റെ വോളിയം എന്ന് വെച്ചാൽ നമുക്ക് ടൈട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇനി യൂണിറ്റ് അറിയാം, ഇവിടെ മില്ലി ലിറ്റർ ആണ്, ഇവിടെയും മില്ലി ലിറ്റർ ആണ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊസീജിയർ ചെയ്ത് നോക്കാം. ആദ്യം ടൈപ്പ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് എഴുതാൻ പറ്റുള്ളൂ. തുടങ്ങാം. അപ്പൊ തന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്, ഒരു ഫണൽ ഉണ്ട്, ഒരു ഗ്ലാസ് റോഡ്, ഒരു പിപ്പറ്റ്, ഒരു ബ്യൂററ്റ്, പിന്നെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ, ഇവിടെ ബേസ് ആണ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് 2 ഉണ്ട്, പിന്നെ വാഷ് ബോട്ടിൽ, പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ട്. ശരി, അപ്പൊ ഇനി നമുക്ക് പ്രൊസീജിയർ ആലോചിച്ച് ചെയ്യാം. ആദ്യം പറഞ്ഞത് മേക്കപ്പ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ പ്രൊസീജിയറിൽ. അപ്പൊ അതനുസരിച്ച് മേക്കപ്പ് ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തു, എന്നിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ച് നല്ലോണം വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിനു ശേഷം സിങ്കിലോട്ട് ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് ഫണൽ ഒന്ന് വാഷ് ചെയ്യാം. ഒരു തുണി കൂടെ എപ്പോഴും കയ്യിൽ വെച്ചോണം. ഗ്ലാസ് റോൾ. ഓക്കെ, അപ്പൊ ഇനി മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മൾ പറഞ്ഞ പ്രൊസീജിയറിൽ ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊസീജിയർ ആലോചിച്ച് ചെയ്യാം. ഇങ്ങനെ ഇത് ഗ്ലാസ് റോഡിൽ ഒഴിക്കുക, ഗ്ലാസ് റോഡിൽ നിന്ന് ഫണലിലേക്ക് വിടുന്നു, അത് താഴോട്ട് വിടുന്നു.
അപ്പൊ ഇനി ഇതിനകത്ത് സൊല്യൂഷന്റെ ഒരു അല്പം അംശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം അകത്തോട്ട് സ്പ്രേ ചെയ്തിട്ട്, കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നല്ലവണ്ണം റിൻസ്, RINSE റിൻസ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഒഴിക്കുക. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ റിൻസ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്യാവും. റിൻസിങ്, RINSING. ഇതിന്റെ ഉപയോഗം കഴിഞ്ഞു, അതിനി വേണ്ട, മാറ്റി വെച്ചു. ഈ ഗ്ലാസ് റോഡ് ജസ്റ്റ് ഒന്ന്, ഗ്ലാസ് റോഡിൽ വല്ല ഡ്രോപ്സ് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതും കൂടെ അകത്ത് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. ഗ്ലാസ് റോഡ് ഇനി ആവശ്യമില്ല, അത് മാറ്റി. ഇനി ഫണൽ. റിൻസ് ചെയ്തു. ഫണലിന്റെ പ്രത്യേകത, ഫണൽ കമഴ്ത്തിയേ വയ്ക്കാവൂ, അല്ലെങ്കിൽ അത് ഉരുണ്ടുപോയി പൊട്ടിപ്പോകും. ഒരു കർച്ചീഫ് എപ്പോഴും കയ്യിൽ വെച്ചിട്ട് ഇതിനു വേണ്ടി. അപ്പൊ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു വരയുണ്ട്, ഇതുവരെ ഇങ്ങനൊരു വരയുണ്ട്. ആ വര ഇത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഡൈലൂട്ട് ചെയ്യണം. ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിക്കണം. നമുക്കറിയാം, ഈ ഗ്ലാസ് വെസലിൽ ലിക്വിഡ് നിൽക്കുമ്പോൾ ഇതൊരു വരയാണെങ്കിൽ ലിക്വിഡ് ഒന്നുകിൽ ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ ഒന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഇത് വരയാണെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ റീഡിംഗ് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ പറയും ഇത് ഈ ഭാഗം, അതിൽ ഈ ഭാഗത്തിന് മെനസ്കസ്, അപ്പർ മെനസ്കസ് എന്ന് പറയും. ഈ ഭാഗത്തിന് ലോവർ മെനസ്കസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ശരിയായ റീഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരയിൽ ലോവർ മെനസ്കസ് ഇരിക്കുന്ന രീതിയാണ് ശരിയായ രീതി. അപ്പോൾ ആ വര കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ വെള്ളമായതുകൊണ്ട് ഞാൻ വളഞ്ഞേ നിൽക്കുള്ളൂ. വളഞ്ഞു നിൽക്കുന്നെങ്കിൽ ഈ അടിഭാഗം നമ്മൾ ലോവർ മെനസ്കസ് എന്നും ഈ മുകൾ ഭാഗം അപ്പർ മെനസ്കസ് എന്നും പറയും. അപ്പൊ അതിൽ ശരിയായ റീഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരയിൽ, ഇത് വരയാണെങ്കിൽ ഈ വരയിൽ ലോവർ മെനസ്കസ് ഇങ്ങനെ നിൽക്കുന്നതാണ് ശരിയായ രീതി. ഇങ്ങനെ നിൽക്കുന്നതാണ് ശരിയായ രീതി, ഇങ്ങനെ നിൽക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ശരിയായ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലോവർ മെനിസ്കസ് ഈ വരയിലോട്ട് കയറി നിൽക്കണം. അപ്പൊ ഇതേപോലെയാണ് ആ വെള്ളം നിറയ്ക്കേണ്ടത് ഓർമ്മിക്കുക. ശരി. ഏകദേശം ഈ അറ്റത്ത് എത്താറാകുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഓരോ ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരുപാട് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏകദേശം അതിന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു മാർഗം എന്ന് വെച്ചാൽ, ഓരോ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇതിൽ നമുക്ക് ഈ വാഷ് ബോട്ടിൽ ഉപയോഗിച്ച് ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്യാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വാഷ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് സിങ്കിന്റെ അടുത്ത് ചെന്നിട്ട് ആ സിങ്കിലേക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ അറ്റത്ത് ഒരു ഡ്രോപ്പ് ബാക്കി കാണും, അതിനിങ്ങോട്ട് ആഡ് ചെയ്യാം. ഏകദേശം അങ്ങ് കൊണ്ടുവച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ. ഓക്കെ, ഇതുപോലെ.
ഓക്കെ, അപ്പോൾ ലോവർ മെനിസ്കസ് വരയുടെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, ഇതുപോലെ. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ആലോചിച്ച് ചെയ്യാം. പ്രൊസീജിയർ പറഞ്ഞിരുന്നത് ആദ്യം ചെയ്യേണ്ടത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ മേക്കപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിന് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യാൻ വാക്ക് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയാണ്. എല്ലായിടത്തും ഇത് അടച്ചു വെച്ചിട്ട് യൂണിഫോം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ പ്രാവശ്യം ഈ സൊല്യൂഷൻ എടുക്കുമ്പോഴും അതിൽ നിങ്ങൾ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കാം. ശരി, അപ്പോൾ പ്രൊസീജിയറിലെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. മേക്കപ്പ് ദി ഗിവൺ Na2CO3 into 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഓക്കെ, അപ്പോൾ അടുത്ത് നിങ്ങളുടെ പറഞ്ഞത് പിപ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിപ്പറ്റ് ചെയ്യണം. അതിനുവേണ്ടി കോണിക്കൽ ഫ്ലാസ്ക് ഒന്ന് വാഷ് ചെയ്ത് വെക്കാം. ശരി, അപ്പോൾ ആദ്യത്തെ പോയിന്റ് മേക്കപ്പ് ദി ഗിവൺ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഇൻടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, അത് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് Na2CO3. അപ്പോൾ Na2CO3 ഇരിക്കുന്നത് നമ്മൾ കണ്ടു, ഇതിനകത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇരിക്കുന്ന പാത്രമല്ല പ്രധാനം, ബേസ് മാത്രമേ പിപ്പറ്റ് എടുക്കാവൂ. ശരി, ഇനി ബേസ് ഇതിനകത്താണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് തിരിച്ച് ആസിഡ് എസ്റ്റിമേഷൻ തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിപ്പറ്റ് ചെയ്തേ. ഓക്കെ, ശരി, അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ബേസ് ഇതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിപ്പറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി, പിപ്പറ്റ് എടുക്കാം. പിപ്പറ്റ് ഒന്ന് വാഷ് ചെയ്തോണം. പിപ്പറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വാഷ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ അത് ശരി, ഇനി പിപ്പറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കൈ നല്ല ഡ്രൈ ആയിരിക്കണം. ചൂണ്ട് വിരൽ ഉപയോഗിച്ച് മാത്രമേ പിപ്പറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് നിങ്ങൾ പിപ്പറ്റ് ചെയ്യുന്ന സമയത്ത് പിപ്പറ്റിന് വേറെ അടപ്പൊന്നുമില്ല, നമ്മൾ വിരൽ കൊണ്ടാണ് ഇവിടെ അടയ്ക്കേണ്ടത്. അപ്പോൾ അടയ്ക്കുന്ന സമയത്ത് ഈ ചൂണ്ട് വിരൽ ഉപയോഗിച്ച് തന്നെ അത് അടയ്ക്കണം. ഇങ്ങനെ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിന്റെ രീതി എന്ന് വെച്ചാൽ ചൂണ്ട് വിരൽ ഉപയോഗിച്ച് മാത്രമേ പിപ്പറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ വിരൽ എന്നുള്ളത് നല്ല ഡ്രൈ ആയിരിക്കണം, ഇവിടെ നല്ല ഡ്രൈ ആയിരിക്കണം. തുണിയൊക്കെ കയ്യിൽ വെച്ചോളാം. ശരി, ഇനി പിപ്പറ്റ് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്യാം. പിപ്പറ്റും കൂടെ ഒന്ന് റിൻസ് ചെയ്യാം. അല്പം സൊല്യൂഷൻ എടുത്തിട്ട് കുറച്ച്, അതായത് പിപ്പറ്റിനകത്തുള്ള കോൺസെൻട്രേഷൻ യൂണിഫോം ആക്കാൻ വേണ്ടി. എല്ലായിടത്തും ഒരുപോലെ ആക്കാൻ വേണ്ടി മാത്രം. ശരി, പിപ്പറ്റ് ചെയ്യാം. ആ വരയുടെ കുറച്ച് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ ലോവർ മെനിസ്കസ് പോലെയാണ്. ആ വര ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്
വിരലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോ ആയിട്ട് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, അത് പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കുക. ആ വരെ വരെ ഓക്കെ. അപ്പോൾ 20 ml പിപ്പറ്റ് ചെയ്തു, എന്നിട്ട് അതിന് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊസീജിയറിന്റെ രണ്ടാമത്തെ സെന്റൻസ് പൂർത്തിയായി. മേക്ക് ഓഫ് ദി ഗിവൺ സോഡിയം കാർബണേറ്റ് ഇൻറ്റു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, അത് നമ്മൾ എഴുതി. അടുത്ത് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് Na2CO3 ടു 100 ml ടു കോണിക്കൽ ഫ്ലാസ്ക് എന്നുള്ളത് നമ്മൾ പൂർത്തിയാക്കി. നിങ്ങൾ ഇതിൽ അറ്റത്തിരിക്കുന്ന ഡ്രോപ്പ് അതിങ്ങനെ ഊതലും ചെയ്യണ്ട, ഇതിനല്പം ചരിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റത്തിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. സൊല്യൂഷൻ ഇല്ലാത്ത അടുത്ത് ഒരു പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്ത് കളിക്കില്ല, ഇങ്ങനെ ഒരു പ്രാവശ്യം തൊടുന്ന് ഇങ്ങനെ എടുക്കും. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ അറ്റത്തേക്ക് ഇരിക്കുമെന്ന് തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. കംപ്ലീറ്റ് സൊല്യൂഷനും 20 ml ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 സെന്റൻസ് ആയി. പിന്നെ ഇത് തിരിച്ചവിടെ തന്നെ വെച്ചു. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ നമ്മൾ മനസ്സിലാക്കി, സോഡിയം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം ഉണ്ട്. ഇതിലേതാണ്? ഫിനോഫ്തലിനുണ്ട്, മീഥൈൽ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ കളർ ഗോൾഡൻ എല്ലാം ആവേണ്ടതാണ്, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഒറിജിനൽ സൊല്യൂഷൻ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ഗോൾഡൻ എല്ലാം വരില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒന്ന് ഓർത്ത് വെച്ചോണം, ഇവിടെ ഇത് ഒഴിക്കുന്ന സമയത്ത് ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത്. അത് ഒറിജിനലായിട്ട് നിങ്ങൾക്ക് ലാബിൽ കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഒഴിക്കുന്നു. അപ്പോൾ കളർ നിലവിൽ വരില്ല, യഥാർത്ഥത്തിൽ ഗോൾഡൻ യെല്ലോ വരണം. പ്രസ് ചെയ്ത് 1-2 ഡ്രോപ്പ്. ഓക്കെ. ലൈറ്റ് ആയിട്ട് ഗോൾഡൻ യെല്ലോ വന്നിട്ടുണ്ട്. ശരി. അപ്പോൾ അതുവരെയുള്ള പോയിന്റ് ആയി. Make up the given Na2CO3 into 100 ml standard flask. Pipette out 20 ml of sodium carbonate into a conical flask. Add 2 drops of methyl orange. The golden yellow solution is titrated against HCl from the burette. അപ്പോൾ burette ഇനി HCl ഒഴിക്കാനുണ്ട്. ശരി. ബ്യൂററ്റ് വാഷ് ചെയ്യേണ്ട രീതി ഇങ്ങനെ. എന്നിട്ട് ബ്യൂററ്റിൽ തുറക്കണം, ഈ നോസിൽ അടയ്ക്കേണ്ടതും തുറക്കേണ്ടതും. ഈ നോസിൽ ഇങ്ങനെ, ഈ വലത് കൈക്ക് ഇങ്ങനെ ആയിരിക്കണം, അതായത് ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം. തുറക്കേണ്ടത് ഈ വിരലുകൾ ഉപയോഗിച്ച്, ഈ 2 വിരൽ ഉപയോഗിച്ച്, 2-3 വിരൽ ഉപയോഗിച്ച്, ഒരു വിരൽ ഇപ്പുറത്തും 2 വിരൽ ഇപ്പുറത്തും. ഇങ്ങനെയാണ് തുറക്കേണ്ടത്. ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യരുത്. ഇതുപോലെ ഇങ്ങനെ തുറക്കുന്നു, ഇങ്ങനെ അടയ്ക്കുന്നു. ഈ പറഞ്ഞ 3 വിരൽ ഉപയോഗിച്ച്. ആസിഡ് അല്പം ഒഴിച്ച് അതും റിൻസ് ചെയ്യാം.
ഞാൻ ചെയ്തതുപോലെ 0ക്ക് മുകളിലുള്ള വരെ കൊണ്ടുവന്നിട്ട് ബ്യൂറോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 0 ആക്കുക. 0യുടെ വര ശരി. അപ്പോൾ പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? മേക്കപ്പ് ദി ഗിവൺ Na2CO3 into 100 ml standard flask, അത് ചെയ്തു. Pipette out 20 ml of Na2CO3 into a conical flask. Add 2 drops of methyl orange. This golden yellow solution is titrated against HCl from the burette. Okay, അപ്പോൾ ടൈട്രേഷൻ നമുക്ക് നടത്താം. അപ്പോൾ ഇവിടെ ഓർമ്മിക്കാൻ ഞാൻ പറഞ്ഞു ഒറിജിനൽ സൊല്യൂഷൻ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ചേഞ്ച് തൽക്കാലം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ ടൈട്രേഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിന്നാണ് ചെയ്യേണ്ടത്, ഇതുപോലെ നിന്നാണ് ചെയ്യേണ്ടത്. ഈ വലത് ഭാഗം ഈ നോസിലിൽ വരണം, പക്ഷെ അത് കൈകൊണ്ട് വലത് കൊണ്ട് പിടിക്കരുത്. ഇടത് കൈയിൽ 3 വിരൽ ഉപയോഗിച്ച് ഒരു വിരൽ ഇപ്പുറത്തും 2 വിരൽ ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ വേണം പിടിക്കേണ്ടത്. ഇതുപോലെ ഇതുപോലെ. ഓക്കെ, താഴോട്ട് തുറക്കുന്നു, മുകളിലോട്ട് അടയ്ക്കുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കുന്നു, ഇങ്ങോട്ട് അടയ്ക്കുന്നു. നിങ്ങൾ കാണാൻ വേണ്ടി ടൈട്രേഷൻ കാണിക്കാം. അതായത് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് താഴോട്ട് തുറക്കണം. തുറക്കുമ്പോൾ സൊല്യൂഷൻ അകത്തോട്ട് വീഴുന്നുണ്ട്. ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനിഷ്യൽ ബ്യൂറോട്ട് റീഡിംഗ് 0 ആയിരുന്നു. അപ്പോൾ ഞാനിത് തുറക്കുന്നു, ഇത് ഷെയ്ക്ക് ചെയ്യുന്നു. ഈ 3 വിരൽ ഉപയോഗിച്ച് ഷെയ്ക്ക് ചെയ്യുന്നു. ഷെയ്ക്കുമ്പോഴും എന്റെ ശ്രദ്ധ ഇവിടെയാണ്. ഈ കളർ ഗോൾഡൻ യെല്ലോ മാറിയിട്ട് ഓറഞ്ച് റെഡ് വരുന്നത് വരെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ് തുടരണം. പക്ഷെ നമുക്ക് നിലവിൽ ഒറിജിനൽ സൊല്യൂഷൻ അല്ലാത്തതുകൊണ്ട് ഓറഞ്ച് റെഡ് വരില്ല. അപ്പൊ ഞാൻ ഏകദേശം ഒരു ഓറഞ്ച് റെഡ് വന്ന രീതിയിൽ ഒരല്പം കഴിഞ്ഞ് നിർത്താം. നിങ്ങൾ ലാബിൽ വരുമ്പോൾ കൃത്യമായത് കാണാം. നമുക്ക് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്യുക. വലത് കൈ കൊണ്ട് ഷെയ്ക്ക് ചെയ്യുന്നു, ഇടത് കൈ കൊണ്ട് തുറന്നു. നമ്മളെപ്പോഴും ശ്രദ്ധ ഇതിനകത്തായിരിക്കണം കളർ ചേഞ്ച് ആവുന്നു. ഈ ഗോൾഡൻ യെല്ലോ മാറി ഓറഞ്ച് റെഡ് വരുന്ന ആ പോയിന്റ്. ശരി, അപ്പോൾ തൽക്കാലം കളർ ചേഞ്ച് ആയെന്ന് വെച്ചോ. ഗോൾഡൻ യെല്ലോ മാറി ഓറഞ്ച് റെഡ് ആയി മാറി. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ബ്യൂററ്റ് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് എനിക്ക് കിട്ടിയ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ശരി, എനിക്ക് കിട്ടിയ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ഇവിടെ കിട്ടിയ വാല്യൂ ഒരു 19.3 ആണെന്ന് വെച്ചു. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്രയും ml ഉപയോഗിച്ചു. 20 ml സോഡിയം കാർബണേറ്റ് തുല്യമായി ഞാൻ 19.3 ml HCl ഉപയോഗിച്ചു. സോ 19.3 ആണ് അവിടുത്തെ വോളിയം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ബേസ് 20 ml ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായ ആസിഡ് ഇവിടെ ഉപയോഗിച്ചത് 19.3 ആണ്. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ഒന്നല്ല, ഓർത്തോളം. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് വാല്യൂടെ വ്യത്യാസം വരാം. 27 ആവാം, 28 ആവാം, പിന്നെ 16 ആവാം, 15 ആവാം, എത്രയാണോ ആവാം. നിങ്ങൾ ന്യൂട്രലൈസേഷൻ കിട്ടുന്ന വാല്യൂസ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രൊസീജിയറിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. ആദ്യം പറഞ്ഞത് മേക്കപ്പ് ദി ഗിവൺ സൊല്യൂഷൻ ഇൻടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അടുത്ത് പറഞ്ഞത് pipette out 20 ml of sodium carbonate into a conical flask. Add 2 drops of methyl orange. This golden yellow solution is titrated against HCl from the burette. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ആ പ്രൊസീജിയറിൽ അവശേഷിക്കുന്ന പോയിന്റ് റിപ്പീറ്റ് ഫോർ കൺകോർഡന്റ് വാല്യൂസ്, അതായത് ഒരേപോലത്തെ വാല്യൂ കിട്ടുന്നത് വരെ ആവർത്തിക്കുക എന്നാണ്. അപ്പൊ ആവർത്തിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതേ എക്സ്പെരിമെന്റ് വീണ്ടും തുടങ്ങുക. തുടങ്ങുന്ന വെച്ചാൽ മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല, മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ 100 ml നമ്മൾ മേക്കപ്പ് ചെയ്തു. അതിൽ റിൻസിങ്ങിന് വേണ്ടി 2-3 ml പോയിട്ടുണ്ട്. ബാക്കി 20 ml ഉപയോഗിച്ചു. അപ്പൊ ഏകദേശം ഒരു 75 ml ഇനി ബാക്കിയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2-3 പ്രാവശ്യം വീണ്ടും വേണമെങ്കിൽ ചെയ്യാം. കാരണം 75 ml ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി 2 പ്രാവശ്യമോ 3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ഇനി ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അവിടെ ഇരിപ്പുണ്ട്. ഇനി ആസിഡിനെ നമുക്ക് വീണ്ടും നിറയ്ക്കാം. ബാക്കി ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് 0 ആക്കാം. റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്.
വീണ്ടും 0 ആക്കി, അഡ്ജസ്റ്റ് ചെയ്ത് 0 ആക്കി വെച്ചു. ഇനിഷ്യൽ പീരിയോഡ് ട്രേഡിംഗ് 0 ആയി. ഇനി കോണിക്കൽ ഫ്ലാസ്ക് റെഡിയാക്കണം. രണ്ടോ മൂന്നോ പ്രാവശ്യം വാഷ് ചെയ്യുക. റെഡിയായി. വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കാം. വീണ്ടും ഇതിൽ നിന്ന് 20 ml പിപ്പറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്ത് വേണം. അടച്ചു വെച്ചു. മീഡിയം ഓറഞ്ച് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യും. 2 drops ആഡ് ചെയ്തു. ഗോൾഡൻ ഉള്ള സൊല്യൂഷൻ വീണ്ടും ടൈട്രേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവിടെ കിട്ടുന്ന വാല്യൂ എടുത്ത് എഴുതുക. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ ഇതേപോലെ വാല്യൂ ആണ്. രണ്ടാമത് എക്സ്പീരിയൻസ് ചെയ്തു. അതിനുവേണ്ടി 20 ml പിപ്പറ്റ് ചെയ്തു. ഇനിഷ്യൽ പീരിയോഡ് ട്രേഡിംഗ് 0, ഫൈനൽ പീരിയോഡ് ട്രേഡിംഗ് ഇത് തന്നെ കിട്ടിയാൽ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. 19.3 തന്നെ കിട്ടിയാൽ ഇവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. കാരണം ഒരുപോലത്തെ വാല്യൂസ് ആവർത്തിച്ച് കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന്റെ അപ്പുറത്ത് ചെയ്യേണ്ട. ഒരുപോലെ കിട്ടും എന്തായാലും ശരി. 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഒരേപോലത്തെ വാല്യൂ 2 പ്രാവശ്യം കിട്ടുന്നു. ഒരേപോലത്തെ വാല്യൂ 2 പ്രാവശ്യം കിട്ടുന്നത് വരെ ആവർത്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നിലവിൽ ഒരേപോലത്തെ വാല്യൂ തന്നെ കിട്ടിയെന്ന് വെച്ചോ. ബാക്കി ഇതൊക്കെ ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേറ്റർ വേണം. ശരി, ഇപ്പൊ നമ്മുടെ ഫോർമുലകളൊക്കെ ഓർക്കാം. ഇതിൽ നിന്ന് എടുത്തെഴുതാം. എല്ലാം സിമ്പിൾ ആണ്, എന്നാലും എടുത്തെഴുതുന്നു. വോളിയം ഓഫ് Na2CO3 ഈക്വൽ ടു ഇവിടെ നിന്ന് എടുത്തെഴുതാം 20 ml. ശരി, അടുത്ത നോർമാലിറ്റി ഓഫ് Na2CO3 അത് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത വോളിയം ഓഫ് HCl ഈക്വൽ ടു എടുത്തെഴുതുന്നു 19.3 ml. അടുത്ത നോർമാലിറ്റി ഓഫ് HCl ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ നോർമാലിറ്റി HCl ന്റെ നോർമാലിറ്റി തന്നിട്ടില്ല, പകരം HCl ന്റെ മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാസ് പെർ ലിറ്റർ കിട്ടിയാൽ അതിൽ നിന്ന് നോർമാലിറ്റിയിലേക്ക് വരാം. സോ നോർമാലിറ്റി ഓഫ് HCl ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ equivalent mass equal to mass per liter നമ്മുടെ കയ്യിലുണ്ട് 3.67. equivalent mass HCl ന്റെ നമ്മൾ പഠിച്ചിട്ട് പോണം 36.5 equal to 3.67 divided by 36.5 equal to പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് എഴുതിയാൽ മതി. 1005. ഒരുപാട് വാല്യൂസ് കാണും. നിങ്ങൾ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ഇവിടെ എഴുതിയാൽ മതി. യൂണിറ്റ് നോർമാലിറ്റിയുടെ യൂണിറ്റ് നോർമൽ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഫോർമുല ഉപയോഗിക്കാം. Normality of Na2CO3 into volume of Na2CO3 സമം normality of HCl into volume of HCl. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമാലിറ്റി ഓഫ് Na2CO3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ
അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. നോർമാലിറ്റി ഓഫ് Na2CO3 ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു വോളിയം ഓഫ് HCl ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് Na2CO3 ഈക്വൽ ടു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോർമാലിറ്റി ഓഫ് HCl ഇവിടെ കിട്ടിയ ഈ വാല്യൂ 0.1005 ഇൻറ്റു വോളിയം ഓഫ് HCl ഇവിടെ എടുത്ത് എഴുതിയ ഈ വാല്യൂ 19.3 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് Na2CO3 ഇവിടെ കിടപ്പുണ്ട് 20 ml ഈക്വൽ ടു into 19.3 divided by 20 equal to പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് എഴുതാം. 0. ശ്രദ്ധയോടെ നോക്കി എഴുതാം. 0.969 മതി. യൂണിറ്റ് നോർമാലിറ്റിയുടെ നോർമൽ. ഓക്കെ, അപ്പൊ നോർമാലിറ്റി ഓഫ് Na2CO3 റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത മാസ് പെർ ലിറ്റർ ഓഫ് Na2CO3 equal to normality into equivalent mass equal to mass per liter of sodium carbonate ആണ് അടുത്ത. നോർമാലിറ്റി സോഡിയം കാർബണേറ്റ് കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മാസ് പെർ ലിറ്ററിലേക്ക് വരണം. മാസ് പെർ ലിറ്റർ ഓഫ് സോഡിയം കാർബണേറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. Na2CO3 നോർമാലിറ്റി ഇവിടെ കിട്ടി 0.0969 ഇൻറ്റു സോഡിയം കാർബണേറ്റിന്റെ ഇക്വലന്റ് മാസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. അപ്പൊ രണ്ട് സ്ഥലങ്ങളിൽ ഇക്വലന്റ് മാസ് ഉപയോഗിക്കുന്നുണ്ട്. അത് 53 ഈക്വൽ ടു 5.1357 എന്ന് മതി. ഗ്രാം പെർ ലിറ്റർ. മാസ് പെർ ലിറ്ററിന്റെ യൂണിറ്റ് ഗ്രാം പെർ ലിറ്റർ എന്നാണ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആയി കഴിഞ്ഞു. മാസ് ഓഫ് Na2CO3 in the whole of the given solution equal to formula mass per liter divided by 10 equal to mass per liter ന്റെ വാല്യൂ അറിയാം 5.135 divided by 10 equal to 0.5135 യൂണിറ്റ് ഗ്രാം. മാസ് പെർ ലിറ്ററിന്റെ യൂണിറ്റ് ഗ്രാം പെർ ലിറ്റർ. നോർമാലിറ്റിയുടെ യൂണിറ്റ് നോർമൽ ക്യാപിറ്റൽ എൻ. മാസ് എന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ പെർ ലിറ്റർ അല്ല, മാസ് എന്ന് മാത്രം പറഞ്ഞാൽ യൂണിറ്റ് ഗ്രാം. ഓക്കെ, അപ്പൊ ഇതിൽ അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മുടെ റിസൾട്ട്. കാര്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്ത് തന്നെയാണ്, മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അവസാന സ്റ്റെപ്പ് ഒന്നുകൂടെ എടുത്തെഴുതുക. മാസ് ഓഫ് Na2CO3 in the whole of the given solution equal to 0.5135. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ പൂർത്തിയാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ആ കളർ ചേഞ്ച് മാത്രം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. അത് നമ്മുടെ റിയൽ ലാബിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ കാണാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത്രയും സമയം എടുത്തു. പരീക്ഷയ്ക്ക് ഇത്രയും സമയം എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞു ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ചെന്ന് കയറിയാൽ അല്ല, ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആദ്യം പ്രിൻസിപ്പിളും പ്രൊസീജിയർ എഴുതി കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം ടാബ്ലർ കോളം എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ഇത് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ വോളിയോമെട്രിക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട 2 ക്ലാസ്സുകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ 2 ക്ലാസ്സുകളായിട്ട് തൽക്കാലം ഈ വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത മുന്നോട്ട് പിന്നീട് കാണാം.